എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഹായ് ഓൾ, ദിസ് ഇസ് വിഷ്ണുപ്രിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ ഓൾസോ. +1 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക്, ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ടെൻഷൻ ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ച് ഇതുവരെയും ഹയർ സെക്കൻഡറി തലത്തിൽ എക്സാം എഴുതിയിട്ടില്ല. അപ്പോൾ പബ്ലിക് എക്സാം ആദ്യമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് പോവുകയാണ് അവർ. എക്സാം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, മാർക്ക് ഇടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പേപ്പർ വാല്യൂ ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര എഴുതി കഴിഞ്ഞാലാണ് മാർക്ക് കിട്ടുക, അതൊന്നും അറിഞ്ഞുകൂടാതെയാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. കേവലം ടീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഓരോ ഗൈഡൻസ് ഒക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്ത്, നമ്മുടെ മാക്സിമം കൊടുത്ത് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് ഇനിയുള്ള സമയം ഹാർഡ് വർക്കിനെക്കാട്ടിൽ കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. ബാക്കി എല്ലാം വരുന്നത് പോലെ വരട്ടെ എന്ന് വെച്ച് നിങ്ങൾ ഇപ്പോൾ ഉള്ള സമയം മാക്സിമം നന്നായിട്ട് പഠിക്കാൻ നോക്കുക. സോ ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം എഴുതാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഷെയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി സ്മാർട്ട് ആക്കുന്നതിന്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി നിങ്ങളുടെ മുൻപിൽ ഒരുപാട് സമയമില്ല. അതുകൊണ്ട് വലിച്ചു വാരി പഠിക്കാതെ, അതുപോലെ തന്നെ ആദ്യം തൊട്ട് തുടങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ ബുക്ക് തുറന്നിട്ട് ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ആദ്യം ബുക്ക് തുറന്നു വയ്ക്കും, ആദ്യം തൊട്ട് പഠിക്കാൻ നോക്കും. അങ്ങനെ ഇരുന്ന് പഠിക്കാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിലും പഠിക്കേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ള, ഒന്നെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ തന്നെ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടായിരിക്കും ഈ ചാപ്റ്ററിൽ ഇത് ഇമ്പോർട്ടൻ്റ്, അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെയും ഒരുപാട് ചാനൽസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്നത്. അത്തരം ചാനൽസിലെ വീഡിയോസ് നോക്കി റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കി പഠിക്കുക. ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒരുപാട് അങ്ങ് കാണാപ്പാടം പഠിച്ചു വെക്കാതെ മാക്സിമം പോയിന്റ്സ് ആക്കി പഠിച്ചു വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇതെടുത്ത് പറയാനുള്ള കാരണം, 4 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് 4 പോയിന്റ്സ് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കും സ്കോർ ചെയ്യാം. ബിസിനസ് സ്റ്റഡീസിനൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വേ ആണ്. പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലനേഷൻ ഓൺ സെന്റൻസിൽ കൊടുക്കുക. ഓൺ സെന്റൻസ് എക്സ്പ്ലനേഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും വേണം. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് പഠിച്ചു വെച്ചിട്ട് അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഇനി അതുപോലെ തന്നെ എഴുതുമ്പോൾ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒന്നും ക്വസ്റ്റ്യൻസിന് ഒരുപാട് സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. എല്ലാ മാർക്ക് അനുസരിച്ച്, ഓരോ ക്വസ്റ്റ്യനും മാർക്ക് അനുസരിച്ച്, ഇമ്പോർട്ടൻസ് അനുസരിച്ച് വേണം നിങ്ങൾ സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ഇനി എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് എന്തിൻ്റെങ്കിലും ഫംഗ്ഷൻസോ അഡ്വാൻറ്റേജസോ ഒക്കെ ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് 4-5 സെന്റൻസിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഫംഗ്ഷനിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പം വെയർ ഹൗസിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആദ്യം വെയർ ഹൗസ് എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഫംഗ്ഷനിലേക്ക് വരിക എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ. അതുപോലെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ 8 പോയിന്റ്സ് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. 4 മാർക്കോ 5 മാർക്കോ ഒക്കെ ആണെങ്കിൽ 5 പോയിന്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. പോയിന്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ പോയിന്റ്സ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വേണം പോകാനായിട്ട്. നോക്കുന്ന അധ്യാപകനൊരു നമ്മുടെ പേപ്പർ കണ്ടൊന്ന് ഇംപ്രസ്ഡ് ആവണം. വൃത്തിയായിട്ടും വേണം എഴുതാനായിട്ട്. ദെൻ ക്വസ്റ്റ്യൻസ് എല്ലാം അതേ ഓർഡറിൽ തന്നെ അറ്റൻഡ് ചെയ്യണമെന്നില്ല. നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാം, അതിനൊന്നും ഒരു തടസ്സവും ഇല്ല. ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതി പോവുക. ഒരുപാട് ആലോചിക്കാൻ അല്ലെങ്കിൽ സംശയമൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവസാനത്തേക്ക് വെക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും അറിയത്തില്ലെങ്കിലും 4 എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 4 എണ്ണം തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കണം. അത് അറിയത്തില്ല എന്ന് കരുതി അറ്റൻഡ് ചെയ്യാതെ വിടരുത്. ഇനി 1 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂട്ടുകാരോട് ചോദിക്കും അതിൻ്റെ ആൻസേഴ്സ്. അങ്ങനെ ചോദിച്ച് ആദ്യം തന്നെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യരുത്. ആദ്യമായിട്ട് നമ്മൾ +1 കയറിയിട്ട് എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ കുറേ അധികം സംശയങ്ങൾ കാണും. മാത്രമല്ല എങ്ങനെ എഴുതിയാലാണ് മാർക്ക് കിട്ടുക എന്നൊക്കെ സംശയം കാണും. അത് ഈ ഒരു റിസൾട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തിരുത്താനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കൊടുത്തെഴുതുക. മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ബിസിനസ് സ്റ്റഡീസിൻ്റെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള മലയാളം ആൻഡ് ഇംഗ്ലീഷ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക കണ്ടിട്ടില്ലാത്തവർ. ഇനിയുള്ള കുറഞ്ഞ സമയം നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.